So let's see the classification of Arthropoda. It's divided into many classes. So there are 4 important classes that we are going to study. So first one is called class Insecta. Insecta means what? The body is in segments. കഷ്ണമായിട്ട് കാണപ്പെടുന്നത് ബോഡിയിൽ ഒരുപാട് സെഗ്മെന്റ്സ് കാണപ്പെടുന്നതിന് ഇൻസെക്റ്റ എന്ന് പറയുന്നത്. It's an extremely diverse group of animals inhabiting all over the world. It's very simple, bilaterally symmetrical with segmented body. So these are the features. Its body is divided into head, thorax and abdomen. So this is the head region and this is the thorax and this is the abdominal region. So 3 divisions are there: head, thorax and abdomen. Head has mouth parts, of course, paired antenna, 2 antennas there, and compound eyes. So this is a compound eye. You can see ഓരോ ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ കാണാം അതിൽ 2000 വരെ 2000 വരെ കാണാം. ദീസ് ആർ കോൾഡ് ഓസല്ലി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഒരു ഐസായിട്ട് മാറുന്നത്. സോ ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് കോമ്പൗണ്ട് ഐ. അപ്പോൾ ഈ ഓരോ പോയിന്റ് കാണുന്നില്ല, ഓരോ കുഞ്ഞു കഷ്ണങ്ങൾ, അത് ഓരോ കണ്ണുകളാണ്, ഓരോ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അബൌട്ട് 2000 ഇമേജസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോമ്പൗണ്ട് ഐ. നമ്മളൊക്കെ കാണുന്നത് ഒറ്റൊരു വിഷനാണ്, പക്ഷേ ഇൻസെക്ട്സിനൊക്കെ ആണെങ്കിൽ 2000 ഇമേജസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അത്രയും ഇമേജസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത്. മൗത്ത് പാർട്സ് ആർ യൂസ്ഡ് ഫോർ ബൈറ്റിംഗ്, ചൂയിങ്, സക്കിംഗ് ആൻഡ് പിയേഴ്സിംഗ്. സോ ബോഡി ഇസ് എൻകേസ്ഡ് ഇൻ എ ക്യൂട്ടിക്കുലർ എക്സോസ്കെലറ്റൻ. പുറത്ത് കട്ടിയിലൊരു ആവരണം കാണാം. ഇതൊക്കെ അതിൻ്റെ ആവരണം തന്നെയാണ്. ക്യൂട്ടിക്കുലർ എക്സോസ്കെലറ്റൻ ഇസ് മേഡ് അപ്പ് ഓഫ് ഇസ് എ ക്യൂട്ടിക്കിൾ മേഡ് അപ്പ് ഓഫ് കൈറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. CHITA. Chitin is made up of chitin. They show periodic molting, which is already discussed. ഒരു പ്രത്യേക ഇൻ്റർവെൽ അത് എന്ത് ചെയ്യും, റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. The circulatory system is open with the hemocoel. Respiratory organs are trachea. ഇൻസെക്ട്സിൽ അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ട്രക്കിയ ആണ്. Malpighian tubules are the excretory organ, which you already know. Most of them are uricotonic. Uricotonical means what? They excrete uric acid. Sexes are separate. Metamorphosis is complete or incomplete. Metamorphosis ഒന്നിക്കൽ ചില കേസിൽ ലാർവൽ സ്റ്റേജസ് കാണാം, ചിലപ്പോൾ ലാർവ ഇല്ലാതിരിക്കാം. 2 examples. One is the lepisma. So this is called the lepisma. It's called silverfish. Its common name is what? Silverfish is usually seen under the books. നമ്മൾ കുറേ നാളുകൾ ബുക്കൊക്കെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ കലണ്ടറൊക്കെ എടുക്കുന്ന സമയത്ത് ചുമരിലൂടെ ഒരു സാധനം വൈറ്റ് ആയിട്ടുള്ള ഒരു സിൽവർ നിറത്തിലുള്ള ഒരു സാധനം റൺ ചെയ്യുന്നതാണ്. ദിസ് ഈസ് ആക്ച്വലി വാട്ട്സ് ദ സിൽവർ ഫിഷ് എന്ന് പറയപ്പെടുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ ഫിഷ് അല്ല, പക്ഷേ അതിൻ്റെ കോമൺ നെയിം എന്താണ്? ഫിഷ് എന്നാണ്. ഏതാണ്? സിൽവർ ഫിഷ് എന്ന് അറിയപ്പെടുന്നത്. കോക്രോച്ച് നിങ്ങൾക്കറിയാം, വീട്ടിൽ സാധാരണ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്, പ്രാക്ടിക്കലിനൊക്കെ ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് എ കോക്രോച്ച്. ഓക്കെ, ഈ 2 എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ കീഴിൽ പഠിക്കാനുള്ളത്, ഇൻസെക്ട്സിൻ്റെ കീഴിൽ പഠിക്കാനുള്ളത്. നാ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്ലാസ് പറയുന്നത് കാരാപ്പേസ് എന്ന് പറയുന്നത്. കാരാപ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കവറിങ് ഓൺ ദ സർഫസ് ഓഫ് സെഫലോതൊറാക്സ്. സെഫലോതൊറാക്സിൻ്റെ മുകളിലുള്ള പുറം ചട്ടക്ക് പറയുന്ന പേരാണ് കാരാപ്പേസ് എന്ന് പറയുന്നത്. പിന്നെ താഴെ അബ്ഡമൻ. സോ ദിസ് ഈസ് ദ അബ്ഡമിനൽ റീജിയൻ. സോ 3 റീജിയൻസ്: ഹെഡ്, തൊറാക്സ്. ചില കേസിൽ ഹെഡും തൊറാക്സും യുണൈറ്റ് ആയിട്ട് സെഫലോതൊറാക്സ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അതിനെ കവർ ചെയ്തിട്ട് കാരാപ്പേസ് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ പോർഷൻസ് ആണ് അബ്ഡമൻ എന്ന് പറയുന്നത്. ഹെഡ് having paired antenna. So you can see that antenna is here, compound eyes. So this is a compound eye. Mouth parts are used for biting and chewing. Okay. So thoracic and abdominal appendages are biramus. ഇതൊക്കെ നിങ്ങൾക്ക് അതിലൊരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ 2 ബ്രാഞ്ചസ് കാണാം. This is thoracic appendages. This is abdominal appendages are biramus. They serve different functions such as swimming, walking, etc. Circulatory system is open with the hemocoels. Respiratory organs are gill. Of course, വെള്ളത്തിലായതുകൊണ്ട് ശ്വസിക്കാൻ വേറൊരു മാർഗ്ഗമില്ല, അതുകൊണ്ട് ഗിൽസ് ആണ് അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് അപ്പൻഡേജസ്. അപ്പൻഡേജസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഗിൽസ് കാണപ്പെടുന്നത്. A pair of antennary or maxillary gland is excretory organ. ഒന്നിക്കൽ അതിൻ്റെ excretory organ ആന്റിനയിൽ കാണാം, അല്ലെങ്കിൽ maxillary കാണാം. Hence called antennary or maxillary gland is the excretory organs. Then sexes are separate. മെയിലും ഫിമെയിലും വേറെയാണ്. Then sexual dimorphism is common. മെയിലും ഫിമെയിലും വ്യക്തമായിട്ട് കാണപ്പെടാം. നമ്മൾ അതിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജി കണ്ടു കഴിഞ്ഞാൽ തന്നെ
മെയിലും ഫീമെയിലും കാണാൻ വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് കോൾഡ് സെക്ഷൽ ഡൈമോർഫിസം. സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ ഡൈ മീൻസ് ടു, മോർഫിസം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ കാണാൻ വേണ്ടി പറ്റും, മെയിൽ ആൻഡ് ഫീമെയിൽ. കോപ്പുലേഷൻ ആൻഡ് എഗ് ബ്രൂഡിങ് ആർ ആൾസോ കോമൺ. സോ ദിസ് ഈസ് ഇത് ക്രാബാണ്. ആ ക്രാബിൻ്റെ അതിൻ്റെ ഫ്ലാപ്പ് അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് എഗ്സ് അതിനെ സൂക്ഷിച്ചു വെച്ചു. ദിസ് ഏരിയ ഒരുപാട് എഗ്സ് അതിൻ്റെ താഴെ സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്നാണ് അത് ഹാച്ച് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങളത് ക്യാരി ചെയ്യും. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എഗ് ബ്രൂഡിംഗ് എന്ന് പറയും. അടയിരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ് എഗ് ബ്രൂഡിംഗ്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിത്ത് ലാർവൽ സ്റ്റേജസ്. ഇൻഡയറക്റ്റ് എന്ന് പറയാൻ കാരണം ലാർവൽ സ്റ്റേജസ് ഉള്ളതുകൊണ്ടാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രാബ്. ഓക്കെ. And third class is class Arachnida. It's a large heterogeneous group of terrestrial animals. ഇതിലാണ് സ്പൈഡർ വരുന്നതും സ്പൈഡർ സ്കോർപ്പിയോൺ ഒക്കെ വരുന്ന ഇതേ വിഭാഗത്തിലാണ്. ബോഡി ഹാസ് ടു ഡിവിഷൻ, മെയിൻലി പ്രോസോമ ആൻഡ് ഓപ്പിസോസോമ. രണ്ട് ഡിവിഷനാണുള്ളത്. ഒന്ന് ഈ ഒരു പോർഷൻസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ പോർഷനാണ് അതിൻ്റെ പ്രോസോമ എന്ന് പറയുന്നത്. അതിന് അല്ലെങ്കിൽ സെഫലോതൊറാക്സ് എന്ന് പറയും. രണ്ടാമത്തെ പാർട്ടാണ് ഒപ്പിസ്തോസോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അബ്ഡമൻ എന്ന് പറയുന്നത്. ഒപ്പിസ്തോസോമ ഈ ബാക്കിലത്തെ പോർഷൻ, ഒപ്പിസ്തോസോമ ഓർ അബ്ഡമൻ. ഇൻ സം ഫോംസ് ഒപ്പിസ്തോസോമ ഈസ് ഫർദർ ഡിവൈഡ് ഇൻ ടു, ചിലതിൽ ഫർദർ ഡിവൈഡ് ഇൻ ടു മീസോസോമ. ദാറ്റ് ഈസ് ദിസ് പോർഷൻ ഈസ് എ മീസോസോമ ആൻഡ് ദിസ് ഈസ് എ മെറ്റോസോമ. ഇപ്പോൾ സ്പൈഡറിലാണെങ്കിൽ ഇത് രണ്ടുമേ ഉള്ളൂ. ഇത് സ്പൈഡർ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അല്ലേ, 4 കാലിപ്പത്ത് വരച്ച് കഴിഞ്ഞാൽ 8 കാലിൽ സോ ദിസ് ഈസ് പ്രോസോമ. ഈ ഒരു പോർഷനാണ് പ്രോസോമ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒപ്പിസോസോമ എന്ന് പറയുന്നത്. ചില കേസിൽ ഇപ്പോൾ ഇതിൻ്റെ കേസ് സ്കോർപ്പിയോൻ്റെ കേസിൽ തന്നെയാണെങ്കിൽ പ്രോസോമ ഈസ് ഫർദർ ഡിവൈഡ് ഇൻ ടു മീസോസോമ ആൻഡ് മെറ്റാസോമ. So prosome is covered by a carapace covering പുറംചട്ട കാണാം. അതിൻ്റെ പുറമെ prosome bears 6 pairs of appendages. 6 പെയർ അപ്പൻഡേജസ് ഉണ്ടാവുക. അതിൽ ഈ നേരെ കാണുന്നത് എവിടെയാണുള്ളത്, ഇവിടെ മാർക്ക് ചെറിയ വ്യത്യാസമുണ്ട്. ദിസ് ഈസ് കോൾഡ് ചെലിസറെ. ഇതിനെന്താ പറയുക, ചെലിസറെ എന്ന് പറയും. ഈ ഭാഗത്ത് കാണുന്നത് ചെലിസറെ. ദീസ് ടു ആർ ദ പെഡിപാൾ. ഇത് രണ്ടും അതിൻ്റെ പെഡിപാൾപ്പാണ്, ഇറുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. Then 4 pairs of walking legs. 1, 2, 3 and 4. 4 pairs of walking legs ഉണ്ട്. Totally 6 pairs of legs are there. Appendages are there. Then വേറെ എന്തൊക്കെയാണ് കാണുന്നത്? ആൻറ്റിന്യൂൾസ്, ആൻറ്റിന, മാൻഡിബിൾസ്, ട്രൂ ജോസ് ആർ ആബ്സെൻറ്റ്. ആൻറ്റിന്യൂൾസ് ഇല്ല, ആൻറ്റിനയില്ല. നമുക്ക് ഇവിടെ ഒന്നും അതൊന്നും കാണാൻ പറ്റില്ല. മാൻഡിബിൾസോ ട്രൂ ജോസോ കാണാൻ പറ്റില്ല. മോസ്റ്റ് അരാക്നിഡ്സ് ആർ കാർണിവോറസ് ഫ്ലൂയിഡ് ഫീഡേഴ്സ്. മിക്കവാറും അരാക്നിഡ്സ് ഒക്കെ കാർണിവോറസ് ഫ്ലൂയിഡ്സ് ആണ്. മറ്റൊരു ഓർഗാൻസിനെ പിടിക്കുകയാണ് ചെയ്യുക. അത് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡൈജസ്റ്റീവ് എൻസൈം ആ ഓർഗാൻസിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഓർഗാൻസിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഫ്ലൂയിഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ട്രക്കിയ ഓർ ബുക്ക് ലൈൻസ്. കോക്സൽ ഗ്ലാൻഡ് or Malpighian tubules are the excretory organs. Presence of silk glands or poisson glands. Silk glands ഇതിലാണ് കാണുന്നത് സ്പൈഡറിൽ. പോയിസൺ ഗ്ലാൻഡ്സിൽ ഇതാണ് അതിൻ്റെ പോയിസൺ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. Sexes are separate. Sexual dimorphism is common. Development is direct without larval stages. Examples Heterometus അല്ലെങ്കിൽ സ്കോർപ്പിയോൺ എന്നറിയപ്പെടുന്നതാണ്. Move on to next one is class Myriapoda. This includes terrestrial animals. Body is usually elongated with numerous segments, each having pairs of legs. So elongated ആണ്. ഒരുപാട് സെഗ്മെൻറ്റ്സ് കാണാം. ഓരോ സെഗ്മെൻറ്റ്സിലും ഓരോ പേഴ്സ് അപ്പൻഡേജസും കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. ഹെഡ് ഈസ് ഡിസ്റ്റിങ്സ്. വ്യക്തമായി കാണാനോ ഇവിടെ ഹെഡ് ഇതാണ്. വിത്ത് മെനി ജോയിൻറ്റഡ് ആൻറ്റിന. ഒരുപാട് ആൻറ്റിനയിൽ കുറേ കഷ്ണങ്ങൾ കാണാം. എലിമെൻ്ററി കനാൽ സിമ്പിളാണ്. ദഹനേന്ദ്ര വ്യവസ്ഥ സിമ്പിളാണ്. സർക്കുലേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ് കളർലെസ് ബ്ലഡ്. റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ട്രക്കിയ. Malpighian tubules are the excretory organ. Sexes are separate. മിക്കവാറും എല്ലാ അനിമൽസിനെയും Malpighian tubule ആണ് excretory organ. ചിലത് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് ആണ് സ്കോളോപെൻട്ര എന്ന് പറയുന്നത്. സ്കോളോപെൻട്ര എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. കരിങ്കണ്ണ് എന്നൊക്കെ പറയുന്ന സാധനമാണ് സ്കോളോപെൻട്ര. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് Myriapoda. ലാസ്റ്റ്
ക്ലാസ് ആണ് മെറോസ്റ്റോമ എന്ന് പറയുന്നത്. മിറോസ്റ്റോമാറ്റ. ഓക്കെ. സോ അതിൽ ബോഡി ഡിവിഷൻ എന്ന് പറയുന്നത് പ്രോസോമ ആൻഡ് ഓപ്പിസ്റ്റോസോമ. സോ ദിസ് ഈസ് എ പ്രോസോമ ആൻഡ് ദിസ് ഈസ് എ ഓപ്പിസ്റ്റോസോമ എന്ന് പറയപ്പെടുന്നത്. കാർപേസ് കവേഴ്സ് ദ പ്രോസോമ. ഇതിനെ കവർ ചെയ്യുന്ന കട്ടിയുള്ള ഒരു ആവണമുണ്ട്. സോ ഇതുണ്ടോ, ഇത് കവർ ചെയ്തിട്ട് carapace. A spike on the opistosoma. In the opistosoma, this portion is opistosoma, this one. അതിന് താഴെ ഭാഗത്തേക്ക് ഒരു സ്പൈസ്, ഒരു മുള്ളു പോലെയുള്ള സാധനം താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ദിസ് ഇസ് കോൾഡ് ടെൽസൺ. അതിന് പറയുന്ന പേരെന്നുള്ളത് ടെൽസൺ, മുള്ള്, സ്പൈക്ക്. പ്രോസോമ ഹാസ് 2 lateral compound eyes. 2 കോമ്പൗണ്ട് ഐസും 2 സൈഡിൽ. അത് ഇതാണ് ഒന്ന്, ഒരു കോമ്പൗണ്ട് ഐ. ഒന്ന് അതിൻ്റെ ഈ സൈഡിലുണ്ട്, ഇവിടെ കാണാം. Here. There's a compound eyes, 2 compound eyes are there and 2 simple median eyes are there. Here, ഇവിടെ ചെറിയൊരു സ്പോട്ട് ഇവിടെ കാണാം. ഈ ഒരു പോർഷനിൽ 2 simple median eyes are there. 6 pairs of appendages and an additional 7th pair. അതിൻ്റെ പേരാണ് ചിലേറിയ എന്ന് പറയപ്പെടുന്നത്. 6 പെയർ അപ്പൻഡേജസ് ആണ് ഉള്ളത്. 7ാമത്തെ പെയറിന് പറയുന്ന പേരാണ്, ഒരു അഡീഷണൽ ആയിട്ട് ഒരു പെയർ കൂടെ കാണും. ദറ്റ് ഇസ് കോൾഡ് ചിലേറിയ എന്നറിയപ്പെടും. 7th പെയർ. ആന്റിന്യൂൾസ് ആൻഡ് ആന്റിനർ ആബ്സെന്റ് കാണാം. ആന്റിന്യൂൾസും ആന്റിനർ ആബ്സെന്റ് ആണ്. ഓപ്പിസ്റ്റോസോമ വിത്ത് 5 or 6 pairs of appendages with gill books. ഇതാണ് അതിൻ്റെ ഗിൽസ് എന്നറിയപ്പെടുന്നത്, ഗിൽ ബുക്സ് എന്നറിയപ്പെടുന്നത്. ദിസ് പാർട്ട് 5 or 6 pairs of appendages with gill books. റെസ്പിറേറ്ററി ഓർഗനായിട്ട് കാണപ്പെടാം. ഓക്കെ, ഇത്രയാണ് ആർത്രോപോഡയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് പ്രോണിനെ കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡിയാണ്, ടൈപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നീട് വേറൊരു ക്ലാസ് നമുക്ക് എടുക്കാം. ഓക്കെ.